വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റീഡിംഗ് ആണ്. ഏഞ്ചൽസ് നിങ്ങൾക്ക് നൽകുന്ന ക്രിസ്മസ് മെസ്സേജസ് എന്താണ്, ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അടുത്ത ഒരു പുതിയ വർഷം തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതും അവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതും എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. കാർഡ് നമ്പർ 1 ഹീലിംഗ്, നമ്പർ 66, കാർഡ് നമ്പർ 2 ഇൻറ്റ്യൂഷൻ, നമ്പർ 22, നമ്പർ 3 സ്പിരിച്വാലിറ്റി, നമ്പർ 77. സോ നമ്പേഴ്സ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ കളറ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഈ കാർഡിൻ്റെ ഒരു തീം വെച്ചിട്ടും നിങ്ങൾക്ക് സെലക്ഷൻസ് നടത്താവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതിനോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 1 ഹീലിംഗ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ക്രിസ്മസ് മെസ്സേജസ് ആണ്. നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കണമെന്ന് യൂണിവേഴ്സ് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങളിലേക്ക് ഡയറക്റ്റ് യൂണിവേഴ്സൽ ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. യെസ്, എന്താണ് നിങ്ങൾ അറിയേണ്ടത്? Okay. Abundance, patience. Okay. Tarot cards നോക്കാം. Messages for you from the divine. Okay. Queen of Pentacles. And we got abundance. Okay. So financially ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് പേജ് ഓഫ് കപ്സ്, അച്ചീവ്മെന്റ്സ്, ജഡ്ജ്മെന്റ്. ഓക്കെ, ആൻഡ് ദ ഫൂൾ കാർഡ്, ന്യൂ ബിഗിനിങ് വന്നിട്ടുണ്ട്. ബോട്ടം എനർജി, ദ മജീഷ്യൻ. വാവ്, ലിറ്ററലി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ്. ഏഴ്സ് എനർജി വന്നിട്ടുണ്ട്. ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. ഓക്കെ, പൈസസ്, വാട്ടർ എനർജി ആൻഡ് ഫയർ എനർജി ആണ്. ഓക്കെ, ടോറസ്, the first house, and the second house, again wealth. Okay, bottom energy വന്നത് third house, your potential. ഒരു മേജർ ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. ഡിഫറെൻറ്റ് വേസിലായിരിക്കാം. നിങ്ങൾക്ക് സ്പിരിച്വൽ സബ്ജക്ട്സ് ഓഫ് ഹീലിംഗിലേക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, ലൈക്ക് റേക്കി ഓർ ഈവൻ ഫിസിക്കൽ തെറപ്പീസ്, അല്ലെങ്കിൽ ഹോമിയോപ്പത്തി, അക്യുപഞ്ചർ, നഴ്സിംഗ്, കൗൺസിലിംഗ്, ഈവൻ ലൈഫ് കോച്ചിങ്. ഇതൊക്കെ ഒരു ഹീലിംഗിൻ്റെ ഒരു അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ഫോം ഓഫ് കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിലേക്കൊക്കെ നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങളൊരു ഹീലർ ആയിരിക്കാം, നിങ്ങളുടെ നാച്ചുറൽ എബിലിറ്റി ഹീലിംഗ് ആയിരിക്കാം. നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾക്ക് ആ ഹീലിങ്ങിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിറയുകയും നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കമ്മ്യൂണിക്കേഷൻ ഇവിടെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹീലിംഗിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹീല് ചെയ്യപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാകുക. ഹീലിംഗിൻ്റെ ഒരു നിങ്ങൾ എത്രത്തോളം ഹീൽഡ് ആയി എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള
ടെസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാവുക, നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകുക എന്നുള്ളത്, നിങ്ങൾക്ക് സംസാരിക്കാൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഭയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് അങ്ങനെ ഭയമൊന്നുമില്ല, ഞാൻ എന്തും പറയുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ എന്തും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചിന്തിക്കാം, മനസ്സിലുണ്ടാകുന്ന നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾക്ക് അതേപോലെ ഒരു ജഡ്ജ്മെന്റൽ ഫിയർ ഇല്ലാതെ, മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണും എന്നുള്ള പേടിയില്ലാതെ നിങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടും എത്രയും ക്ലോസ് ആണെന്ന് വിചാരിക്കുന്നവരോട് പോലും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഇവിടെ ഏറ്റവും ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. ഇതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പേഷ്യൻസ്. അത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ് അബൻഡൻസ്. ഓക്കെ, ആൻഡ് ഓൾസോ ക്വീൻ ഓഫ് പെന്റക്കിൾസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അതായത് അത് എർത്ത് എലമെന്റ് ആണ്, കാപ്രിക്കോൺ ആണ് എന്ന് പറയുമ്പോൾ കാപ്രിക്കോൺ ഇസ് എൻ അച്ചീവർ. എന്ത് കാര്യവും മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ നേടിയെടുത്തിരിക്കും. കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രം. അതിൽ നിങ്ങൾക്ക് മനസ്സിന് ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ നേടിയെടുത്തിരിക്കും. പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ, അത് സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നിങ്ങൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. സ്പെഷ്യലി അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളെ നിങ്ങൾ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. അത് എന്തെങ്കിലും ക്രിയേറ്റീവ് കാര്യം ചെയ്യണമെന്ന് തന്നെയില്ല, ജീവിതത്തിനെ നോക്കി കാണുന്ന ഒരു വീക്ഷണം നിങ്ങൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ഇതിന് ബന്ധമുള്ളവരുണ്ടാകാം, ക്രിയേറ്റീവ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ നോക്കി കാണുന്ന ഒരു വീക്ഷണം, എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാം എന്നുള്ളതിന് അതൊരു കലയാണ്, അതൊരു ആർട്ടാണ്. അതിന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഫോർമുല കൊണ്ടുവരേണ്ട സമയമാണ്. നിങ്ങളെ തേടി സന്തോഷമുള്ള പുതിയ വാർത്തകൾ എത്തുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഹാപ്പി സർപ്രൈസസ് വരുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഒരു ന്യൂ ഫ്രഷ് ലവ്, അതിൻ്റെയൊക്കെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് പ്രണയം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മടുപ്പ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രണയം നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കുന്നില്ല, അത് നിങ്ങളുടെ ഏജ് ഒന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല, നിങ്ങളുടെ സോൾ എനർജിയാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ സോൾ ഇപ്പോൾ അട്രാക്ട് ചെയ്യുന്നത് ആ ഫ്രഷ് ഒരു ലവ്, അത് ഇവിടെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഓൾസോ ഹാവ് ഫൂൾ കാർഡ്, ന്യൂ ബിഗിനിങ് ആണ്. അതായത് ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ നാളേക്കുള്ള ജീവിതത്തെ ഡിറ്റർമൈൻ ചെയ്യാനേ പോകുന്നില്ലാത്ത വിധം ഒരു ഫ്ലിപ്പ് ജീവിതത്തിൽ ഉണ്ടാവുന്നു. ഇത് ശരിക്കും ഒരു റീബർത്ത് പോലെ വരുന്നു എന്നുള്ളതാണ്. വി ഗോട്ട് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് പ്ലൂട്ടോ എനർജി എന്ന് പറയുമ്പോൾ തന്നെ റീബർത്ത് ആണ്, നിങ്ങളുടെ ഒരു റീഇൻകാർണേഷൻ എന്ന് പറയുന്ന ഒരു എനർജി. ശരിക്കും നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾക്കൊരു കഴിഞ്ഞ ജന്മമായി കാണാം. നിങ്ങൾ അവിടുന്ന് കുറേ ലെസൺസ് എടുത്തു, നിങ്ങളുടെ കർമ്മകൾ നിങ്ങൾ അവിടെ ഒഴുക്കി കളഞ്ഞു. ആൻഡ് ഇതിനി ഒരു വിഷ് ഫുൾഫിൽമെന്റിന്റെ ഒരു സമയമാണ്. അതായത് ഫയർ എനർജിയും വാട്ടർ എനർജിയുമാണ് ഇവിടെ ഏറ്റവും അധികമായിട്ടുള്ളത്. See, the energy around you is dynamic and spontaneous. Crusading impulsive action is likely. അതായത് മടിച്ചു നിൽക്കാതെ ആക്ഷൻ എടുക്കുക, അത്രയും പവർ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇപ്പൊ തന്നിട്ടുണ്ട്. ആൻഡ് വാട്ടർ എനർജി എന്ന് പറയുമ്പോൾ ദ എനർജി ഈസ് വിസ്ഫുൾ, endlessly loving, compassionate and forgiving. It confuses and softens resolve. ഓക്കെ, റിലേഷൻഷിപ്പിന്റെ എനർജിയാണ്, ഫൊർഗീവ്നെസ്സിന്റെ എനർജിയാണ്. പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ തേടുന്ന എനർജിയാണ്, റിയൂണിയന്റെ എനർജിയാണ്. ആൻഡ് ഓൾസോ ശരിക്കും നമുക്ക് ഇവിടെ ടോറസ് എനർജി ഉണ്ട്. ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആൻഡ് ടോറസ് എനർജി എർത്ത് എനർജിയാണ്. നമുക്ക് ഇവിടെ ഫയർ, വാട്ടർ ആൻഡ് എർത്ത് എനർജി ഓൾറെഡി വന്നിട്ടുണ്ട്. അതായത് മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള അബൻഡൻസും നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്.
ദ എനർജി അറൌണ്ട് യു ഷോസ് അബൻഡൻസ്. അബൻഡൻസ് എന്നുള്ളത് നിങ്ങൾക്ക് 2 തവണയാണ് വന്നിരിക്കുന്നത്. അതങ്ങനെ വെറുതെ വന്നിരിക്കുന്നതല്ല. ബിക്കോസ് നിങ്ങളുടെ സോളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാക്ക്, എപ്പോഴും അത് ഓർക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് അബൻഡൻസ്. സോ നിങ്ങൾ അതിലേക്ക് തന്നെയാണ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അബൻഡൻസ് 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 എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ സോള് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് റിച്ച്, earthy ആൻഡ് പ്രൊഡക്റ്റീവ് യെറ്റ് റിലാക്സ്ഡ് ആൻഡ് സ്ലോ. യെസ്, നമുക്കൊരു നാച്ചുറലി വരേണ്ടതായിട്ടുള്ള അബൻഡൻസ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. നാച്ചുറലി സ്ലോലി അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തുകയാണ്. നദികൾ എല്ലാം ശാന്തമായി ഒഴുകി കടലിൽ ചെന്ന് ചേരുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വെൽത്ത്, അബൻഡൻസ്, റിച്ച്നെസ്, ഇതൊക്കെ ശാന്തമായി തന്നെ നിങ്ങളിലേക്ക് തന്നെയാണ് വന്ന് ചേരുന്നത്. ആൻഡ് അതിന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹൗസ് എനർജിയിലേക്ക് വരണം. ഫസ്റ്റ് ഹൗസ് എനർജിയിൽ നിങ്ങളിൽ നിന്ന് എന്താണ് മറ്റുള്ളവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ്, ഇത് തമ്മിലുള്ള ഒരു അന്തരമുണ്ട്. ഈ അന്തരത്തെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ എന്ത് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു വലിയ ക്രോസ് മാർക്ക് കൊടുത്തത് മാറ്റി വെച്ചേക്കുക. അത് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഈ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഈ ജഡ്ജ്മെന്റ് കാർഡ് കാണിക്കുന്നതും അത് തന്നെയാണ്. ഒരു ഡ്യുവാലിറ്റി നിങ്ങൾക്ക് കാണിക്കുകയാണ്, ഒരു ഡ്യുവൽ നേച്ചർ നിങ്ങൾ കാണിക്കുകയാണ്. മേ ബി വീട്ടിലൊരു സ്വഭാവം, നിങ്ങൾക്ക് വീടിന്റെ പുറത്തൊരു സ്വഭാവം എന്നുള്ളത്. ഇതൊന്നും നമ്മുടെ സോളിന്റെ ഒരു ലിബറേഷനെ സഹായിക്കില്ല. ലൈക്ക് യു ആക്ടിങ് യുവർ ലൈഫ്, അത് ആവശ്യമില്ല. നമ്മൾ സ്ക്രീനിലൊക്കെ ആക്ട് ചെയ്യുന്നത് പോലെ അല്ലല്ലോ ജീവിതത്തിൽ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളായിട്ട് ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ സോൾ ഗെറ്റ് കൺഫ്യൂസ്ഡ്, അല്ലെങ്കിൽ യുവർ സബ് കോൺഷ്യസ് ഗെറ്റ് കൺഫ്യൂസ്ഡ് ആൻഡ് വാട്ട് ഇസ് ദ റിയൽ യു. അവിടെ തന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അട്രാക്ട് ചെയ്യപ്പെടുന്നത് കൺഫ്യൂഷൻസും ഹീലിങ്ങും ആയിരിക്കും കൂടുതൽ. കാരണം നിങ്ങൾക്ക് ഈ ഹീലിംഗിൽ നിന്ന് പുറത്തു വരാനേ പറ്റില്ല. കൺഫ്യൂഷൻ മാറാൻ ഹീലിംഗ് ആവശ്യമാണ്. അപ്പം ഈ വീണ്ടും വീണ്ടും കൺഫ്യൂസിങ് ആയിട്ടുള്ള ആക്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ, ഈവൻ ദോ യു തിങ്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ റിസോൾവ് ആയി എന്ന് വിചാരിക്കാൻ തുടങ്ങുമ്പോൾ പോലും നിങ്ങൾ വീട്ടിലൊന്നും പുറത്തൊന്നും കാണിക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോഴത്തേനും സോൾ ഗെറ്റ് കൺഫ്യൂസ്ഡ് അഗെയിൻ. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ജീവിതത്തിന്റെ ഉടനീളം ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഒറിജിനലി, ദ ഒതന്റിക് യു, അത് മറ്റുള്ളവർക്ക് ശരിയാവാം തെറ്റാകാം, അത് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. കാര്യം ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള ശരികളും തെറ്റുകളുമാണ്. മറ്റൊരാളുടെ ശരിയെ തെറ്റിനെയും നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പോവാത്തടത്തോളം കാലം നിങ്ങളുടെ ശരിയെയും തെറ്റിനെയും നിങ്ങൾ മറ്റൊരാളെ ജഡ്ജ് ചെയ്യും എന്നുള്ള ഭയം മുന്നിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അതെടുത്ത് കളയുക. അത് കളഞ്ഞു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഹൗസിലേക്ക് വരിക. ഈ സെക്കൻഡ് ഹൗസ് അഗെയിൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഓൾറെഡി ത്രോട്ട് ചക്ര പറഞ്ഞിരുന്നു. നിങ്ങളുടെ സംസാരം കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ളതാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലൊരു ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഉണ്ടാവണം. അതുപോലെ സംസാരിക്കുന്ന സമയത്തും മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ കൊടുക്കുന്ന സംസാരങ്ങളും സെക്കൻഡ് ഗസ് ചെയ്യാൻ കൊടുക്കുന്ന സംസാരങ്ങളും, അല്ലെങ്കിൽ ഇതെന്താണ് പറയുന്നത്, ഇവർ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു തോട്ടിലേക്ക് നിങ്ങൾ സ്ഥിരം കൊടുത്തോണ്ടിരിക്കുകയാണ് എനർജി. പക്ഷേ അത് മാറ്റേണ്ടതായിട്ടുള്ള സമയം വന്നു. അവിടെ നിന്നാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള വാതിൽ തുറക്കുക നിങ്ങളുടെ അബൻഡൻസിലേക്കുള്ളത്. പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ ഹീലിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പരിശീലിക്കേണ്ട കാര്യം. അതിനുശേഷം ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ഓക്കെ, യുവർ അസറ്റ്സ്, ഫിനാൻസ് ആൻഡ് തിങ്സ് ദാറ്റ് യു വാല്യൂ, ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അസറ്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വെൽത്ത്, സെൽഫ് വെൽത്ത്, വാല്യൂ ഒക്കെ ഇംപ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ലെസൺ ഗ്രൂപ്പ് നമ്പർ 1. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആണ് ആവശ്യം എങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഹീലിംഗ്, മെഡിറ്റേറ്റീവ് ഗൈഡൻസസ്, മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഗൈഡൻസുകളൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെന്റ്സ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 ഇൻറ്റ്യൂഷൻ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം.
ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ 2 ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ ക്രിസ്മസ് മെസ്സേജസ് ഫ്രം ദി യൂണിവേഴ്സ് എന്താണ്, നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും കാണുന്നത്. അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന് ഒരു സപ്പോർട്ട് തരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് പ്രിപ്പയർ ചെയ്യാനും അതൊക്കെ നമുക്കൊരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെയാണ്. പ്ലീസ് ഡു സപ്പോർട്ട്. അപ്പോൾ യെസ്, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, security, fire energy. Wow. New beginnings. Wow, beautiful. New year, new beginning. Okay, നമുക്ക് ടാരോ കാർഡ്സും കൂടെ നോക്കാം. King of Wands. Okay. Let me take a clarification card for that. Okay, 5 of Cups. ഇവിടെ ഒരു ഇമോഷണൽ ലോസ്. ഇമോഷൻസ് നിങ്ങളെ റൂള് ചെയ്യുന്നുണ്ട്. അതായത് ഒരു അദൃശ്യമായ എന്തോ ഒരു ശക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈവിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് more cards. Again see 5 of Pentacles. Either financial loss അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ലോസ്. ആൻഡ് ദ ഡെവിൾ. ഓക്കെ, ഇവിടെ ഒരു മാനിപ്പുലേഷൻ്റെ ഒരു എനർജി. നിങ്ങളെ ആരോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ഓൾസോ ബി സം കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് എനർജി. ആൻഡ് ബോട്ടം നമുക്ക് ന്യൂ ബിഗിനിങ് ഫൂൾ കാർഡ് തന്നെയാണ് 2 തവണ. ന്യൂ ബിഗിനിങ്സ് 2 തവണ. പക്ഷെ ഈ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് തടസ്സപ്പെടുത്തുന്ന എനർജിയാണ് നമുക്ക് 2 സൈഡിലും കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. Let me try to find a clarification for that. First, we'll take clarification for King of Wands and 5 of Cups. Aries energy ആണ് വന്നിരിക്കുന്നത്, ഫയർ എനർജി. ഓക്കെ, ഈ ഒരു ഏഴസ് എനർജിയിലേക്ക് നിങ്ങൾ ടാപ്പിംഗ് ചെയ്യേണ്ടതിന് പകരം പക്ഷെ നിങ്ങൾ എനിക്കിവിടെ ഒരു ഡിപ്രസ്ഡ് എനർജി, ഭയങ്കര മൂഡി ആയിട്ടുള്ള ഒരു എനർജി, ചടഞ്ഞു കൂടിയിരിക്കുന്ന ഒരു എനർജി. ദ മൂൺ, എക്സാക്ട്ലി. അതായത് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്കുള്ളത്. You're stuck with some thought. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസിന് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് യു ആർ നോട്ട് സേഫ് എന്നുള്ളൊരു തോട്ടാണ് നിങ്ങൾക്കുള്ളത്. ആൻഡ് വിൽ ടേക്ക് ക്ലാരിഫിക്കേഷൻ ഫോർ ദ ഡെവിൾ കാർഡ് ആൻഡ് 5 of Pentacles. Venus. Okay, the financial loss and relationship loss together. Venus energy ഡിസയറിൻ്റെയും നിങ്ങളുടെ ലവ് ലൈഫിനെയും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സോ യു ആർ ഔട്ട് ഓഫ് എ ബ്രേക്കപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സും കൂടെ എടുക്കാം. ഓക്കെ, ക്ലാരിഫിക്കേഷൻ ഫോർ കിങ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഏത് രീതിയിലായിരുന്നു നിങ്ങളെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. കോൺഫിഡൻസിനെ ബാധിച്ചിട്ടുണ്ട്, സക്സസ് നഷ്ടമായിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് യുവർ കോർ എനർജി. ന്യൂ ബിഗിനിങ്, യുവർ ഹൈലി ഇൻറ്റ്യൂട്ടീവ്, സക്സസ്
ആൻഡ് enthusiasm, ഇതൊക്കെ നിങ്ങളുടെ കോർ എനർജി. ആൻഡ് ജൂപ്പിറ്റർ ആൻഡ് വീനസ് ഒന്നിച്ച് വന്നിരിക്കുകയാണ്. അതായത് മൂൺ, ജൂപ്പിറ്റർ ആൻഡ് വീനസ് ഇൻ ആസ്ട്രോളജി വി സേ ദാറ്റ് ഈ 3 പ്ലാനറ്റ്സും ശുഭഗ്രഹങ്ങളാണെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 3 പ്ലാനറ്റിന്റെ എനർജി ഇവിടെ പോസിറ്റീവ് ആയിട്ട് വരേണ്ടതിന് പകരം ഇവിടെ ഇത് 3ഉം നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് പോസിറ്റീവ് ആക്കി എടുക്കണം. ഓക്കെ. പേജ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഏതോ ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് പോയിട്ടുണ്ട്. ആ വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തിരികെ പോകണം എന്നുള്ളൊരു എനർജി അവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ ശരിക്കുള്ള സക്സസിനെയും നിങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതിനെയും ഒക്കെ മാറി. അതാണ് കിങ് ഓഫ് വാൻസ്. അതായത് വേറൊരാളുടെ തോട്ട് നിങ്ങളെ ഓവർ പവർ ചെയ്യാണ്. ഇതിൽ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു പ്രത്യേകമായിട്ടൊരു വ്യക്തിയെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ, ഇതൊക്കെ ആ ഒരു തിങ്ക് ചെയ്യുന്ന സൈഡിലേക്കാണ് ഒഴുകി പോകുന്നത്. പക്ഷെ എന്നാൽ അത് കൃത്യമായിട്ട് ആ വ്യക്തിയിൽ എത്തുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ നോ. കാരണം ആ വ്യക്തി ഒരു റിസീവിങ് എൻഡിലായിരിക്കില്ല. അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഇപ്പം നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സക്സസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അബൻഡൻസ് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡീപ് ഡൗൺ ഇൻസൈഡ് നിങ്ങളുടെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന തോട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയിലേക്ക് ചെല്ലണം, ഈ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരെ കാണണം, മീറ്റ് ചെയ്യണം, സംസാരിക്കണം, പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. എപ്പോഴും അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഈവൻ ദോ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നതെല്ലാം നിങ്ങളുടെ ചിന്ത എവിടെയാണോ അതിലേക്ക് ഒഴുകുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി മെറ്റീരിയലിസ്റ്റിക്കൽ അബൻഡൻസ് റിസീവ് ചെയ്യുന്ന ഒരു എനർജിയിലല്ലായിരിക്കാം, അല്ലെങ്കിൽ തന്നിലേക്ക് ഒരു കാര്യം വരുന്നുണ്ട് എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുമില്ല. അപ്പൊ ആ വ്യക്തിയിൽ ഇത് എത്തുന്നില്ല. ഇതൊരു വഴിക്ക് വെച്ചിട്ട് ഇത് മാറിപ്പോവാണ്. അപ്പം ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നിങ്ങളെ ഓവർ പവർ ചെയ്യുന്ന, നിങ്ങളെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിട്ടുള്ള വ്യക്തികളിലേക്ക് ഈ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന അബൻഡൻസ് പോകും എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പർട്ടിക്കുലർ കാര്യം നിങ്ങളുടെ നെയ്ബേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കലീഗ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു അടുത്ത കാലത്ത് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് റിസൾട്ട് കിട്ടുന്നത് മറ്റു വ്യക്തികൾക്കാണ്. അത് നിങ്ങളുടെ എനർജി ഡ്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം വേറൊരു വ്യക്തിയിലേക്ക് പൊക്കോണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതിന് ശരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടിടത്ത് ആക്ഷൻ എടുക്കണം, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ഇവിടെ നിങ്ങൾക്കൊരു ഷാഡോ സെൽഫിന്റെ ഒരു ക്ലിയറൻസ് ആവശ്യമാണ്. അതായത് നല്ല ഒന്നാന്തരം മടിയാണ് നിങ്ങളുടെ പ്രശ്നം. അത് നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ബാഗേജ് ഉള്ളത് കൊണ്ടാണ് ഈ മടിയായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യുക. ഒരു കാരണവശാലും നാളത്തേക്കോ 5 മിനിറ്റിന് ശേഷമോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതിരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹാബിറ്റ്, അതായത് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും പ്രശ്നങ്ങൾക്കിടയിൽ ഈ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്താൽ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ റോങ് ആണ്. ആ ഹാബിറ്റ് മാറ്റുക. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഈവൻ ഇറ്റ്സ് ലൈക്ക് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അഡിക്ഷൻ, അത് നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യമില്ല. അഡിക്ഷൻസ് ആർ ഓൾവേസ് നോട്ട് ഗുഡ് ഫോർ യു. അതിൽ നിന്നും പുറത്ത് കടക്കുക. അതായത് ചില വ്യക്തികൾക്ക് ഈ മറ്റുള്ളവരെ അൺവാണ്ടഡ് ആയിട്ട് സഹായിച്ചുകൊണ്ടേയിരിക്കുക, അതും ഒരു അഡിക്ഷനാണ്. എന്താന്ന് വെച്ചാൽ ഇവർ ഈ സഹായിക്കുമ്പോൾ നല്ലൊരു പേര് കിട്ടുമല്ലോ, ഒരു നെയിം കിട്ടുമല്ലോ, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നൊരു താങ്ക്സ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതും ഒരു അഡിക്ഷൻ തന്നെയാണ്. അതായത് നമുക്കൊരു സെൽഫ് വർത്ത് ഇല്ല, ഇതിന്നൊക്കെ എങ്കിലും ഒരു സെൽഫ് വർത്ത് കിട്ടും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നതല്ല തെറ്റ്. പക്ഷെ
ഈ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഈ വ്യക്തി ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അപ്രീസിയേഷനും സ്നേഹത്തിൽ അഡിക്റ്റഡ് ആണ്. അപ്പം ഇറ്റ് ഈസ് എ പോസിറ്റീവ് അഡിക്ഷൻ എന്ന് പറയാം, പക്ഷെ സ്റ്റിൽ എൻ അഡിക്ഷൻ. അതിന്ന് ഒഴിവാകുക. അതല്ലാതെ നമുക്ക് ഉണ്ടാകുന്ന ഇപ്പോൾ സ്മോക്കിങ്ങോ ഡ്രിങ്കിങ് ഹാബിറ്റോ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് ഹാബിറ്റുകൾ മാത്രമല്ല അഡിക്ഷൻ. ചിലർക്ക് അഡിക്ഷൻ റിലേഷൻഷിപ്പുകളാണ്. റിലേഷൻഷിപ്പ് അഡിക്ഷൻ ഉണ്ട്, അതൊരു വലിയ അഡിക്ഷനാണ്. അത് സ്മോക്കിംഗ് ഒക്കെ പോലെ തന്നെ അഡിക്ഷനാണ്. സ്മോക്കിംഗ് ഫിസിക്കൽ ബോഡിക്കാണ് ഹാം ഉണ്ടാക്കുന്നത് എങ്കിൽ ഈ അഡിക്ഷൻ നിങ്ങളുടെ മെന്റലി ഹാം ഉണ്ടാക്കുന്നുണ്ട്. ചിലർക്ക് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നതൊക്കെയാണ് അഡിക്ഷൻ. ഓൺലൈനിലൊക്കെ ഗെയിംസ് കളിച്ചിട്ട് പൈസ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് ആദ്യം കുറച്ച് പൈസ കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീണ്ടും ചെയ്യും. കിട്ടിയതിൻ്റെ 10 ഇരട്ടി നഷ്ടപ്പെടും, വീണ്ടും ചെയ്യും. ലൈക്ക് ബെറ്റിംഗ്, ഗെയിമിംഗ്, അതൊക്കെ അങ്ങനെ ഒരു തരത്തിലുള്ള അഡിക്ഷനും നിങ്ങൾക്ക് ഈ ഒരു സമയം ഗുണം ചെയ്യില്ല. എംപതി ഉണ്ടാവുക, ആൻഡ് അൺകണ്ടീഷണൽ ലവിലേക്ക് ടാപ്പിൻ ചെയ്യുക. അപ്പം അവിടെ സെൽഫ് ലവ് ഉണ്ട്. ആൻഡ് യു ഡോണ്ട് നീഡ് ടു ഹാവ് എനി കൈൻഡ് ഓഫ് എൻ അഡിക്ഷൻ ടു ഫീൽ വാല്യൂഡ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വർത്ത് തോന്നാനോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഹാപ്പിനെസ് തോന്നാൻ നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിച്ചാൽ മാത്രം മതിയാവും. നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങളുടെ സോള് പറഞ്ഞു തരും. ജസ്റ്റ് ഫോളോ ദാറ്റ്. നിങ്ങൾക്കത് മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ സമ്പാദിക്കുന്നതിലാണ്, പവർ പൊസിഷൻ നേടുന്നതിലാണ്, എഡ്യൂക്കേഷൻ നേടുന്നതിലാണ്, നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിലാണ്, നിങ്ങളുടെ ടാലൻസ്, ആർട്ട്, ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിലാണോ, അതൊക്കെ എന്ത് തന്നെയാണെങ്കിലും അതിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഉള്ളത്. വല്ലാത്ത ദേഷ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. അതൊക്കെ നിങ്ങൾ അൺഹീൽഡ് ആകുന്നതിൻ്റെയാണ്. ഈ ഒരു സമയം നമ്മൾ പുറമെ എന്ത് കാണുന്നു എന്നുള്ളതല്ല. അപ്പം മേ ബി സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഈ ഒരു സെലിബ്രേഷൻ ടൈമിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ പിക്ചേഴ്സൊക്കെ ഇടുന്നു. മേ ബി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ വ്യക്തി, നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന വ്യക്തി, ഇതൊക്കെ അവരുടെയൊക്കെ ഹാപ്പിനെസ് ആയിട്ടുള്ള സ്പേസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ബട്ട് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇന്നർ വോയിസ്. നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്, അത് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മനുഷ്യർ ഭയങ്കരമായിട്ട് അധിഷ്ഠിതമാണ്. കാര്യം സോഷ്യൽ മീഡിയ ലൈഫ് അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ പേഴ്സണൽ ലൈഫ് അല്ല ഇൻഡിവിജ്വൽ ലൈഫ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് മിന്നുന്നത് എല്ലാം പൊന്നല്ല എന്നുള്ളത് നിങ്ങളുടെ സോള് പറഞ്ഞു തരുന്നുണ്ട്. അതിനെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഉള്ള ഒരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 3 സ്പിരിച്വാലിറ്റി സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഹായ് ഗ്രൂപ്പ് നമ്പർ 3, ഇത് നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് ആണ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് പറയുന്നത്. ഈ ക്രിസ്മസ് ടൈമിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് എന്താണ്. ആൻഡ് ഈ ഒരു ഗ്രൂപ്പ് നമ്പർ 3യുടെ ഒരു കാർഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉറക്കം വരുന്ന ഒരു എനർജിയാണ്. ലൈക്ക് ഒരു സ്ലീപ്പി മോഡ്, ഒരു ഹൈബർനേഷൻ മോഡ് എന്ന് പറയാം. അതായത് നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു പ്രവൃത്തി നിങ്ങൾ അത്രയും എൻജോയ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സോള് അതിൽ നിന്ന് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. വാവ്, വി ഗോട്ട് ദ എംപ്രസ് കാർഡ്. ക്രിയേറ്റീവ് എനർജി, അബൻഡന്റ് എനർജി, ടെമ്പറൻസ്, again balance of your emotions, and ace of cups. Wow, new emotional beginnings. നിങ്ങളുടെ ഫീലിങ്സിനെ ആണ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കേണ്ടത്. എക്സ്പെക്റ്റേഷൻസ് മാറ്റിവെക്കാം. ലൈക്ക് ഈ ഒരു ലക്കി ഗേൾ സിൻഡ്രം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈ ഒരു സമയം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ക്വീൻ ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ് ശക്തമായിട്ടുള്ളത്. അതിനെ നിങ്ങൾ ബാലൻസ് ചെയ്യാനിപ്പം ശ്രമിക്കണം. അത് അൺബാലൻസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഒരു ന്യൂ ഇമോഷണൽ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾ ഭയങ്കര പ്യോർ സോൾസ് ആണ്.
നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു ഫീമെയിൽ എനർജി ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. ആൻഡ് ചില വ്യക്തികൾ നിങ്ങൾ ആസ് സച്ച് ഒരു കൺട്രോളിങ് പേഴ്സൺ ആയി മാറിയിട്ടുണ്ടെന്നും കാണിക്കുന്നുണ്ട്. അത് രണ്ടും നല്ല എനർജി അല്ല. ആൻഡ് നിങ്ങൾ ആക്ഷൻ ഓറിയന്റഡ് ആവുക നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ത്രൈവിങ്. ഓക്കെ, ഏതൊരു സാഹചര്യത്തിലും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അത് നിങ്ങൾക്കുണ്ട്. ട്രസ്റ്റ്. നിങ്ങൾ ഈ ഒരു സമയത്ത് അട്രാക്ട് ചെയ്യുന്നത് ട്രസ്റ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ റിലേഷൻഷിപ്പുകളെയാണ്. ട്രസ്റ്റ്ഫുൾ ആൻഡ് ട്രൂത്ത്ഫുൾ റിലേഷൻഷിപ്പുകളെ, ഫ്രണ്ട്ഷിപ്സിനെ, ബേസിക്കലി ഒരു ട്രസ്റ്റ്ഫുൾ ട്രൂത്ത്ഫുൾ എനർജിയെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, let's see more clarification. Cancer, water energy sign. The first house, Pluto, transformation, Taurus energy and Virgo energy. Okay, Pisces bottom energy, again water sign. വാട്ടർ സൈൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലൈക്ക് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്. ആൻഡ് ഓക്കെ, സ്പിരിച്വലി ഇവോൾവ് ആവുന്ന സോളാണ് നിങ്ങളിപ്പോൾ. നിങ്ങളുടെ സ്പിരിച്വൽ എസെൻസിലേക്ക് നിങ്ങൾ ടാപ്പിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങളുടെ കോർ എനർജി എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു ട്രാൻസിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, അതായത് നിങ്ങളുടെ സോളിന് ഗ്രോത്ത് തരില്ല എന്ന് സോളിന് അറിയുന്ന, സോളിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സ്റ്റിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഉറക്കം വരിക എന്ന് പറയും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സ്ലീപ്പി ഫീല് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോസ് ചെയ്യുക. പോയി കിടന്ന് ഉറങ്ങാനല്ല, അവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട എന്തോ കാര്യമുണ്ട്. പോസ് ചെയ്തിട്ട് തിങ്ക് അബൌട്ട് ദിസ്, ഒരു അനാലിസിസ് നടത്തുക ആൻഡ് റീകറക്റ്റ് വാട്ട് യു ഹാവ് ഡൺ. നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒബ്സർവ് ചെയ്യുക. എന്ത് കാര്യം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് പറയുമ്പോഴാണ്, എന്ത് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സ്ലീപ്പി ഫീൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പം അവിടെ ദർ ഇസ് സംതിങ് ദാറ്റ് ഇസ് റോങ്. നിങ്ങൾ ചെയ്തിട്ടുള്ളതിൽ നിങ്ങളുടെ സോളിന് ഇഷ്ടമില്ലാത്തത് എന്തോ ഉണ്ട്. നിങ്ങളുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിന് ശരിയല്ലാത്തതായിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അഡാപ്റ്റബിലിറ്റിയെ നശിപ്പിക്കുന്ന എന്തോ ഒരു കാര്യമാണ്. നിങ്ങളുടെ ലിബറേഷനെ നഷ്ടപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യമാണ്. അപ്പം അത് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യു ടേക്ക് എ ഗൈഡൻസ് ഓൾസോ. കാരണം ക്വീൻ ഓഫ് വാൻസിന്റെ ഒരു എനർജി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളെ ഓവർ പവർ ചെയ്യുന്ന ഒരു വോയിസ് നിങ്ങളുടെ തലയിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. ലൈക്ക് ഒരു അശരീരി പോലെ കേട്ടുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഒന്നുകൂടെ ഒന്ന് കുറയ്ക്കും, ചവിട്ടി താഴ്ത്തുന്ന പോലെ. അപ്പം അതുകൊണ്ട് യു പീപ്പിൾ, ഇഫ് യു നീഡ് ഗൈഡൻസ്, കാര്യം നിങ്ങൾ ഏകദേശം കുറേ കാർമിസിറ്റീസ് എല്ലാം കടന്ന് ഒരു 5D സ്പേസിലേക്ക് നിങ്ങൾ എത്തിയവരാണ്. ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ലൈക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസ് ചെയ്താൽ, നിങ്ങൾ ഫുൾ അവയർനെസ്സിലെത്തിയാൽ, ദെൻ ഇറ്റ്സ് ടോറസ് എനർജി, അതായത് അബൻഡൻസ് ആണ്. ആൻഡ് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഇറ്റ്സ് ലൈക്ക് എ ഫീനിക്സ് ബേർഡ് അല്ലെ, ഫ്ലൈങ് ഹൈ ഫ്രം ദ ആഷസ്. അത് നിങ്ങൾക്ക് ആവശ്യമാണിപ്പോൾ. ഒരു റീബർത്ത് നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഒരു സമയത്ത്. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് വരുന്ന സമയമാണ്. നിങ്ങളിൽ മറ്റുള്ളവർക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാജിക്കലി ട്രാൻസ്ഫോം ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇപ്പം ലോകം കാണുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ലോകത്തിലേക്ക്. നിങ്ങളുടെ ഒരു മാർക്ക്, നിങ്ങളുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഈ ലോകത്ത് കൊടുത്തോണ്ടിരിക്കാൻ പറ്റുന്ന സമയമാണ്.
പക്ഷെ അതിന് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ ഇമോഷൻസിന് മുകളിൽ നിങ്ങൾക്കൊരു കൺട്രോൾ, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അവയർനെസ് ആൻഡ് ഫുള്ളായിട്ടും കോൺഷ്യസ്നെസ്സിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അതർവൈസ് ദിസ് ക്വീൻ ഓഫ് വാൻസ് വിൽ ഓവർ പവർ. ആൻഡ് നമുക്ക് നോക്കാം ഈ ഒരു ക്വീൻ ഓഫ് വാൻസ് നിങ്ങളുടെ ലൈഫിൽ ആരാണെന്ന്. ഓക്കെ, ഓക്കെ, 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. വൺ ഇസ് സൺ, വൺ ഇസ് പേജ് ഓഫ് കപ്സ്. ഓക്കെ, ഇറ്റ് കുഡ് ബി യുവർ ഫാദർ, ചില വ്യക്തികൾക്ക് ഇറ്റ് കുഡ് ബി യുവർ ചൈൽഡ് ഓൾസോ. ചില വ്യക്തികൾക്ക് ഇറ്റ് കുഡ് ബി ന്യൂ റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ ദാറ്റ് ന്യൂ പാർട്ട്ണർ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സെനാരിയോയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ഇഷ്ടമായിരിക്കും, ആ വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരോ ആണ്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ആ വ്യക്തിയോട് തുറന്ന് പറഞ്ഞിട്ടില്ലാത്തവർക്ക് ഉള്ളതാണെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങളുടെ ഈ മാനിപ്പുലേറ്റീവ് എനർജി. ആൻഡ് നിങ്ങൾ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഏതോ ഒരു ടീച്ചർ അവരുമാണ്. സോ ഇത് മനസ്സിലാക്കി തന്നെ പെരുമാറുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സൈലൻറ്റ് മെഡിറ്റേഷൻ, സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ഹബ്സ് ആയിട്ടുള്ള ദൈവാലയങ്ങൾ, അത് ഏത് റിലീജിയനിലുള്ളതാണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നത് ഏതിലാണെന്നുണ്ടെങ്കിലും ദേവാലയങ്ങൾ സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് എൻലൈറ്റ്മെന്റ് തരും ഈ ഒരു സമയം. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റിക്ക് വളരാൻ, അല്ലെങ്കിൽ അതിന് അറ്റാച്ച് ചെയ്ത് വളർന്നു വരാൻ, ഒരു മാതൃക ഉണ്ടാകാൻ ഒക്കെ ഒരു കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു അക്യുമുലേഷൻ സ്പോട്ട് ആയിട്ടുള്ളത് ആവശ്യമാണ്. അതുകൊണ്ട് ദേവാലയങ്ങൾ സന്ദർശിക്കാം. പിന്നെ നിങ്ങളുടെ പോസിറ്റിവിറ്റി ഇങ്ങനെ കുറഞ്ഞു പോകുന്ന, നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കോപ്പപ്പ് ചെയ്യാനും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ദേവാലയ സന്ദർശനം കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർമേഷനിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ഓപ്പൺ ആയിരിക്കും എനർജി റിസീവ് ചെയ്യാനായിട്ട്. അതായത് നിങ്ങളുടെ ഒരു നെഗറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്ന ഒരു ഷെല്ല് നിങ്ങൾ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. എന്നാൽ പുതിയ ഒരു പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഷെല്ല് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ വീട് പണിതിട്ടില്ല, എന്നാൽ പണിയാൻ പോകുന്നു, പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റേജാണ്. ഫൗണ്ടേഷൻ ഒക്കെ നിങ്ങൾ കെട്ടി വരുന്നു. വീട് ആയോ എന്ന് ചോദിച്ചാൽ വീടായിട്ടില്ല, പക്ഷെ വീടിന്റെ അടിത്തറ ആയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പം നിങ്ങൾക്കുള്ളത്. എസ്പെഷ്യലി ഇത് നിങ്ങളുടെ ഓറയിലാണ്. നിങ്ങളുടെ ഓറ നെഗറ്റീവിൽ നിന്നെല്ലാം മുക്തമായിട്ടുണ്ട്, പക്ഷെ എന്നാൽ ഒരു പോസിറ്റീവ് സ്ട്രോങ് ഓറ പ്രൊട്ടക്ഷൻ ഷീൽഡ് അവിടെ വന്നിട്ടില്ല. അപ്പം ഏത് എനർജിക്കും ഇപ്പൊ നിങ്ങളിലേക്ക് കയറി ഇറങ്ങി പോകാം എന്നുള്ള ഒരു സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നത് ആരോടാണ്, ഏത് സാഹചര്യത്തിലാണ് ചെന്നുപെടുന്നതെന്നൊക്കെ ഉള്ളത് കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു സമയം നിങ്ങൾക്ക് ദേവാലയ സന്ദർശനമാണ് ആവശ്യമുള്ളത്. സോ ദാറ്റ് നിങ്ങളിലേക്ക് ആ ചൈതന്യമായിട്ട് കയറി വരും എന്നുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് വന്ന് കയറും. അപ്പം അതുകൊണ്ട് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. അധികം ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ഷന് പോകാണ്ടിരിക്കുക. കൂടുതൽ സമയം നിങ്ങൾ സ്വന്തമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ നല്ലത്. എന്ന് പറഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകരുത്, എന്ന് പറഞ്ഞ് നിങ്ങൾ വർക്ക് ചെയ്യരുത്, വർക്കിന് പോകരുത്, ഓഫീസിൽ പോകരുത് എന്നൊന്നുമല്ല. മെന്റലി ഇതൊന്ന് അവെയർ ആയിട്ടും കോൺഷ്യസ് ആയിട്ടും ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റെസനേറ്റഡ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഹീലിങ്സ് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണെങ്കിൽ
മെഡിറ്റേഷന് വേണ്ട ഗൈഡൻസ് ആവശ്യമാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയും നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എലിവേറ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.